ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രമ്യ ശ്രീമാർ വ്ളോഗ്സ്. ഇന്ന് പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി തൂരപ്പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തൂരപ്പരിപ്പ് കൊണ്ടും നല്ല രുചികരമായി പരിപ്പ് വട ഉണ്ടാക്കാം. അതിനായി 2 കപ്പ് തൂരപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനായി 1 മണിക്കൂർ വയ്ക്കാം. ഇതിൻ്റെ കൂടെ 4-5 വറ്റൽമുളക് വെള്ളത്തിലിട്ട് വയ്ക്കണം. അരയ്ക്കാൻ വേണ്ടിയാണ്. പരിപ്പ് ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. ഇതിനെ വെള്ളം തോരാനായി വയ്ക്കാം. കുറച്ച് പരിപ്പെടുത്ത് അതിൻ്റെ കൂടെ കുതിർത്ത വറ്റൽമുളക്, ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഇതും കൂടി ചേർത്ത് ആദ്യം അരച്ചെടുക്കാം. ഈ പാകത്തിന് ആദ്യം കുറച്ച് മുളക് അരയാൻ വേണ്ടി മാത്രം അരച്ചെടുത്തു. ഇനി ബാക്കിയുള്ള പരിപ്പിൽ കുറച്ച് ഭാഗം അരയ്ക്കാതെ എടുത്ത് വച്ചതിന് ശേഷം ബാക്കി ഒന്ന് മിക്സിയിൽ പെട്ടെന്നൊന്ന് കറക്കിയെടുക്കണം. നന്നായി അരഞ്ഞു പോരുത്. ബാക്കിയുള്ള പരിപ്പിൽ ഒരു 1/2 ഗ്ലാസ് പരിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തരിതരിപ്പായി അരച്ചെടുക്കുക. നന്നായി അരയാൻ പാടില്ല. ഇനി ഇതിൻ്റെ കൂടെ മുളക് ചേർത്ത പരിപ്പും അരയ്ക്കാത്ത പരിപ്പും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാൻ 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇതിനെ ഇനി പരിപ്പിനൊപ്പം ചേർക്കാം. അതിൻ്റെ കൂടെ ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. സാധാരണ കടലപ്പരിപ്പും വടപ്പരിപ്പും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വട. ഇത് ഞാൻ തൂരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് കൊണ്ടാണ് വ്യത്യസ്തമായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. ഇനി ഇതിനെ വടയുടെ രൂപത്തിൽ പരത്തി എണ്ണയിൽ വറുത്ത് കോരാം. ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരാം. ഇനി ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറിച്ചിടാം. ഇപ്പോൾ മറിച്ചിട്ടു. തീ കുറച്ച് വെച്ചതിന് ശേഷം മുരിച്ചെടുക്കാം. ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. തൂരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് വട ഇപ്പോൾ റെഡിയായി. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.